ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കിയാലോ? കുറച്ച് ബോൺലെസ് ചിക്കൻ ഒക്കെ കൈ പിടിച്ചിട്ട് ഒരു ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ ചിക്കൻ ചമ്മന്തിപ്പൊടി. ഇത് മക്കൾക്കൊക്കെ കൊടുത്തു വിടാൻ കേട്ടോ. കുറച്ച് നാൾ ഇരിക്കുന്ന സാധനമാണ്. എങ്ങനെ ഉണ്ടാക്കും നോക്കാം, വായോ. കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 4-5 വറ്റൽമുളക്, വെളുത്തുള്ളി ഒരു 5-6 കഷ്ണമേ. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെയാ. അത് കാണിച്ചു തരാവേ. ആദ്യം തന്നെ നമുക്ക് ഈ നമ്മുടെ ബോൺലെസ് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് മസാല പുരട്ടി വെക്കണേ. അതിന്റെ ആ ഒരു ടേസ്റ്റിനേക്ക് കുറച്ച് മുളക് പൊടി ഒന്ന് പുരട്ടി ഇങ്ങനെ വെക്കും. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാവുമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായപ്പം ആദ്യം തന്നെ നമുക്ക് ആ സവോള അങ്ങ് വറുത്ത് കൂട്ടിയെടുക്കാവേ. കനം കുറച്ചരിഞ്ഞ സവോള എല്ലാം നല്ല പോലെ ചുമന്ന് വരുന്നവരെ വറുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന പരുവത്തില് വറ്റൽമുളക് ഇട്ട് കൊടുക്കണേ. വറ്റൽമുളകും ഒന്ന് ഏകദേശമായി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതങ്ങ് കോരിയെടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് വറുത്തെടുക്കാവേ. ചെറു തീയിൽ ഉള്ളൊക്കെ നല്ലപോലെ വേകണം. ആ പരുവത്തിൽ വറുത്തെടുക്കണേ. ചെറു തീ. നമ്മുടെ ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി എടുക്കണം. അതിനുശേഷം തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മിക്സിയുടെ ജാറൊക്കെ ഇല്ലേ, നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം കേട്ടോ. ജലാംശം ഉണ്ടാവാനേ പാടില്ല. ഇതും ഇങ്ങോട്ടെടുത്ത് മാറ്റാം. അതിനുശേഷം ആദ്യം ചിക്കൻ ഇട്ട് പൊടിക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ട് പൊടിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പൊടിച്ച് ഒന്നൊന്ന് ഫ്രൈ ആക്കി, ഒന്നും കൂടെ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണേ. ആദ്യം ചിക്കൻ ഇട്ടു, മുളകും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാവേ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു കറക്കിയിട്ട് ബാക്കിയൊക്കെ ഇടാവേ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടേ. ഉപ്പ് പുരട്ടിയാണ് നമ്മൾ ചിക്കൻ ഇട്ട്, എന്നാലും ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിനി വെളുത്തുള്ളി ഇട്ടു, സവോള ഇട്ടു, ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയെ, എരിവിന് പാകത്തിന് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ച് മല്ലിപ്പൊടി. ഇത്രയും പരിപാടിയുള്ളേ. ഇനി നമ്മളിതിനെ ഒന്നും കൂടെ പൊടിച്ചെടുത്തോണ്ട് വരാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് ഇതിലേക്കിടാം. നമ്മുടെ മിക്സിനെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എവിടെയെങ്കിലും ഒരു ജലാംശം ഉണ്ടെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കുന്നത്. നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഓട്ടം പിടിക്കുന്ന പോലെ അത്ര മതിയേ. കാര്യം എന്ന് വെച്ചാൽ ആ ജലാംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ. ഇത് പിള്ളേർക്ക് കൊടുത്തു വിടാൻ ഏറ്റവും നല്ല സൂപ്പറാട്ടോ. ചോറിൻ്റെ കൂടെയോ
എങ്ങനെ വേണേലും കഴിക്കാം. ചപ്പാത്തിയുടെയൊക്കെ അകത്ത് റോളാക്കി കഴിക്കാനും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂസയ്ക്കോ ഒക്കെ പറ്റുന്ന ഒരു സാധനമാണേ. അപ്പം ഒരു പാത്രത്തിലേക്ക് അങ്ങനെ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പം അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഉപയോഗിക്കാം. ചോറിന് കൊടുത്തു വിടാം. അതുപോലെ തന്നെ വൈകുന്നേരം സാൻഡ്വിച്ചോ അല്ലെങ്കിൽ സമൂസയോ കട്ട്ലേറ്റിനോ ഒക്കെ പറ്റുന്ന ഒരു സാധനം. ഇച്ചിരി കിഴങ്ങൊക്കെ പൊടിച്ച് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട്ലേറ്റ് പിടിച്ചാൽ വേഗം ഈസി ആയിട്ട് നടക്കും. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു വീഡിയോ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ. തിരക്കായിട്ടോ ആൾക്കാർ നിൽക്കുന്നുണ്ട് കഴിച്ച് നോക്കാൻ. കഴിച്ചു നോക്ക്. നല്ല രസമാണ്.